നമസ്കാരം. ഘടകകക്ഷിയായ CPIയുമായി ഉടക്കിപ്പിരിയുമോ എന്ന് തോന്നിച്ച പ്രതിസന്ധിയിൽ നിന്ന് അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളോടെ തിരിച്ചുകയറി ഇടത് സർക്കാർ. ചോദ്യശരങ്ങളുമായി കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഒരു ഗഡു DA കുടിശ്ശിക 4% നവംബറിലെ ശമ്പളത്തിനൊപ്പം നൽകും. സ്ത്രീ സുരക്ഷയ്ക്ക് സഹായം നൽകുന്ന പുതിയ പദ്ധതി പ്രകാരം 1000 രൂപ വീതം അർഹരായ സ്ത്രീകൾക്ക് നൽകും. 33 ലക്ഷത്തിലേറെ സ്ത്രീകൾക്കാണ് സഹായം കിട്ടുക. യുവാക്കൾക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും പ്രഖ്യാപിച്ചു. സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപയായി വർദ്ധിപ്പിക്കും. ഇതുവരെയുള്ള കുടിശ്ശിക നൽകും. പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2000 രൂപ വരെ വർദ്ധിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴുള്ള സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചോ? വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാർ എന്ന അവകാശവാദം തുടർ ഭരണം ഉറപ്പിക്കാനോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, കോൺഗ്രസ് പ്രതിനിധി, ഗോകുൽ BJP പ്രതിനിധി, ഒപ്പം തന്നെ സുരേഷ് കുമാർ CPM പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, CPMഉം CPIയും തമ്മിലുള്ള തർക്കം മുന്നണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അത് പരിഹരിക്കപ്പെട്ടതിൻ്റെ വാർത്തകൾ വന്നു എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രി അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, മുന്നണിയുടെ ആ ഒത്തൊരുമ ഏതെങ്കിലും തരത്തിൽ ശിഥിലമാകുമോ എന്നൊക്കെ ആയിരിക്കും എല്ലാവരും നോക്കിയിരുന്നിട്ടുണ്ടാകുക. പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങളും ആ സാഹചര്യങ്ങൾ എന്താണ് എന്നത് വീക്ഷിച്ചിട്ടുണ്ടാകും. വളരെ പ്രതീക്ഷിക്കാത്ത ഒരു നേരത്താണോ ഇത്ര വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്? ഒരു എതിർ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് അത് ആ രീതിയിൽ ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം ഉണ്ടാക്കിയ ആഘാതമോ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല എന്ന് തന്നെ മാത്രമല്ല, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ചക്കാലം മുമ്പാണ് ന്യൂസ് 18 അടക്കം ബ്രേക്ക് ചെയ്തിരുന്നല്ലോ. ഈ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു, ഇലക്ഷന് തൊട്ടു മുമ്പുണ്ടാകും, ആ ഇലക്ഷന് തൊട്ടു മുമ്പുണ്ടാകുന്നത് ഇലക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ, കേരളത്തിലെ CPMനെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയതിന്റെ പ്രായച്ചിത്തമാണ് ഈ പെൻഷൻ പ്രഖ്യാപനം എന്നുള്ളതാണ് ജനത്തിന് മനസ്സിലാവുന്നത്, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ അങ്ങ് തന്നെ സൂചിപ്പിച്ചു CPIയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. CPIയുമായി വെറും പ്രശ്നമായിരുന്നില്ല കേട്ടോ, മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കാതെ അല്ല, PMC അല്ല നമ്മുടെ ചർച്ച, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കഴിഞ്ഞതാണ്. അല്ലെന്നേ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കേൾക്കൂ, അതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കാതെ 19-ാം തീയതി ഒപ്പിട്ട കാര്യത്തെപ്പറ്റി 20-ാം തീയതി അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവർ തമ്മിലുള്ള പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും 2021 ആണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെ വീണ്ടും പ്രഖ്യാപിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണുള്ളത്. അങ്ങനെയെങ്കിലും ജനത്തിന് 2 പൈസ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന ചിന്തയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഈ സർക്കാർ 2021 അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ ദേശാഭിമാനിയുടെ ഏറ്റവും വലിയ ഹെഡിങ്ങുകൾ എന്തായിരുന്നു? അത് തന്നെയാണ് രേണു ഇപ്പോഴും പിണറായി വിജയൻ വായിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2021 ദേശാഭിമാനി എടുത്ത് പിണറായി ഇന്നും വായിച്ചു. എന്നതിനപ്പുറത്ത് എന്താ ഉള്ളത്? ജോയിൻ ചെയ്തിട്ടുണ്ട്. 2021 ദേശാഭിമാനി പത്രം എടുത്ത് അതിന്റെ ഹെഡിങ് എടുത്ത് ഫ്രണ്ട് പേജ് എടുത്ത് ഇന്ന് പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ വായിച്ചു. നല്ല കാര്യമാണ്. നോക്കൂ, എന്തൊക്കെയാണ് കുടിശ്ശികകൾ ഉണ്ടായിരുന്നത്. ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശികയാണ് ഒന്നാമതുണ്ടായിരുന്നത്. അത് ഏതാണ്ട് 1150 കോടി രൂപ വരും. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, ഈ കാര്യത്തിലും പറഞ്ഞിട്ടില്ല. ഇനി കാരുണ്യ ഡെവലപ്മെന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് 1000-ലേറെ കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. അത് കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു. അത് എത്രത്തോളം കൊടുത്തു തീർക്കുമെന്നോ എങ്ങനെയാണ് കൊടുത്തു തീർക്കുക എന്നോ പറയുന്നില്ല. നെല്ലിന്റെ താങ്ങുവില ആയതുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കേന്ദ്രം കഴിഞ്ഞ ബഡ്ജറ്റിൽ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ ആ ക്രമാനുഗതമായി ആ വർദ്ധിപ്പിച്ച എമൗണ്ട് കുറച്ചവരാണ് ആര്? കേരളത്തിലെ സർക്കാർ.
ആ സർക്കാർ ഇപ്പോൾ ഇച്ചിരി പൈസ ഞങ്ങൾ വർദ്ധിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ന്യൂട്രലൈസ്ഡ് ആവുകയാണ്, അല്ലാതെ സർക്കാർ വർദ്ധിപ്പിക്കുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ, രേണുവിന് രണ്ട് സംവിധാനങ്ങളിൽ നിന്നാണ് പൈസ കിട്ടുന്നത്, സാലറി കിട്ടുന്നതെന്നിരിക്കട്ടെ. ഒന്നാമത്തെ സംവിധാനം 500 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ നിലവിലുള്ള രേണുവിന്റെ സാലറിയിൽ നിന്ന് 250 രൂപ രണ്ടാമത്തെ സംവിധാനം കുറച്ചു. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പറയാണ് ഞങ്ങൾ സാലറിയിൽ 250 രൂപ വർധനവ് തന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം പിടിച്ചു വെച്ചിരുന്ന കുറച്ച് കൊടുത്തിരുന്ന നെൽകർഷകരുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയിരുന്ന പൈസ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ ഞങ്ങൾക്ക് നല്ല കാര്യമേ ഉള്ളൂ, സന്തോഷം മാത്രമാണുള്ളത്. ഇനി എന്താണ്? റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കും എന്നാണ് പറയുന്നത്. ഇത് തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്ന സമയം തൊട്ട് പറയുന്നതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 150 രൂപയായിരുന്നു റബ്ബറിന്റെ താങ്ങുവില. അത് 180 ആക്കും സർക്കാർ വന്നാൽ എന്നുള്ളതായിരുന്നു UDFന്റെ പ്രഖ്യാപനം. എന്നാൽ അങ്ങനെയല്ല, ഞങ്ങൾ വന്നാൽ അത് 200 ആക്കുമെന്നാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ പറഞ്ഞത്. എന്നാൽ ഒന്നാം പിണറായി ഗവൺമെന്റ് ടു രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ അവസാനം വരെ ആവാറായല്ലോ. അപ്പൊ ഏതാണ്ട് 9-9.5 വർഷം കൊണ്ട് അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് എത്രയാണ്? അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് വെറും 30 രൂപയാണ്. ഇപ്പോൾ 20 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. 200 ആക്കുമെന്ന് പറയുന്നവർ 250 ആക്കുമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. അപ്പൊ ആ പ്രഖ്യാപനത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിർമ്മാണ തൊഴിലാളി കുടിശ്ശിക 16 മാസം ഇപ്പോഴും 1000 കോടി രൂപ കുടിശ്ശിക നിൽക്കുക. ആ 16 മാസത്തെ കുടിശ്ശിക ഇപ്പോഴും കൊടുക്കാനുണ്ട്. ഒപ്പം മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് എത്ര കോടി രൂപയുടെ കുടിശ്ശികയാണുള്ളത്? ഇത്തരത്തിൽ ഒരുപാട് കുടിശ്ശികൾ നിൽക്കുമ്പോഴാണ് ഈ സർക്കാർ ഞങ്ങൾ അതെല്ലാം കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനെ കൊട്ടിഘോഷിക്കുന്നത്. അതെങ്ങനെ ഒരു വസന്ത്, കൊടുത്തു തീർക്കാനുള്ളത് കൊടുത്തു തീർക്കും എന്ന് മാത്രവുമല്ല, അതിനപ്പുറം 3 പ്രധാനപ്പെട്ട പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വസന്ത്, മുഖ്യമന്ത്രി വിശദീകരിച്ചത് കേട്ടിട്ടില്ലേ? അത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് 33 ലക്ഷം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ മാതൃകയിലുള്ള ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 31.34 ലക്ഷം ഗുണഭോക്താക്കൾ ആ പദ്ധതിക്ക് ഉണ്ടാകും. പ്രതിവർഷം 3800 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അതൊന്ന് ഇല്ലേ. ഒറ്റ കാര്യം കൂടി, യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ആളുകളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഈ പദ്ധതി 1000 രൂപ പ്രതിമാസം, 5 ലക്ഷം യുവാക്കളെയാണ് പുതുതായി അത് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അത് 2 പ്രധാനപ്പെട്ട പദ്ധതി. കുടുംബശ്രീ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് 19,470 ADSകൾ ഉണ്ട്. അവരെയാണ് അഡ്രസ് ചെയ്യുന്നത്. പ്രതിമാസം 1000 രൂപ, 23.4 കോടിയാണ് അതിന് നീക്കി വെച്ചിരിക്കുന്നത്. ആ പ്രധാനപ്പെട്ട 3 പദ്ധതികൾ ഏതെങ്കിലും കൊടുത്തു തീർപ്പിന്റെ കഥയല്ല, പുതുതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയധികം ആളുകളെ, യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അതിനു പുറമെയാണ് പെൻഷൻ. താങ്കൾ ഈ പറഞ്ഞ പെൻഷൻ 400 രൂപയുടെ വർധനയാണ് ഒറ്റയടിക്ക് വരുന്നത്. 400 രൂപയുടെ വർധന, അത് 1600 എന്ന നിലയിൽ നിന്ന് അവരുടെ നേരത്തെയുള്ള പ്രഖ്യാപനമായ 2000-ലേക്ക് എത്തിക്കുന്നു. ഇത് ഈ 4 കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രയാണ് എന്ന് ഊഹിക്കാമോ? ഓക്കെ, താങ്കളുടെ കയ്യിലെ വിവരം തെറ്റാണ്. 2021 നവംബർ മാസം 8-ാം തീയതി ഒന്നാമത്തെ പിണറായി ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതാ, ദേശാഭിമാനിയുടെ പത്രം വായിക്കൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം, അങ്ങേക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കാം. വീട്ടമ്മമാർക്കും പെൻഷൻ, ഓരോ വീട്ടമ്മയ്ക്കും 1000 രൂപ വീതം കൊടുക്കും. 40 ലക്ഷം വീട്ടമ്മമാരെയാണ് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരുന്ന കാര്യമാണ്. അതെങ്ങനെ പ്രകടന പത്രികയാവുന്നത്? ഇത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിന് ശേഷമുള്ളതാണ്. പ്രകടന പത്രികയൊന്നുമില്ല. രേണു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ആ പണി ഇടതു പ്രതിനിധി ചെയ്തു. അല്പസമയത്തിനകം നമുക്കൊപ്പം ജോയിൻ ചെയ്യും. തെറ്റിദ്ധരിപ്പിക്കുന്ന പണി അങ്ങ് ചെയ്യണ്ട. താങ്കൾ ഞാൻ പറയണേ, 40 ലക്ഷം പേരെ ലക്ഷ്യമിട്ടു എന്നാണ് അന്ന് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ 35 ലക്ഷത്തിലേക്ക് അവർ കുറച്ചു. നടപ്പാക്കിയോ? ഇല്ല, നടപ്പിലാക്കില്ല. അതുകൊണ്ടാണല്ലോ നവംബർ 1 മുതൽ നടപ്പാക്കാൻ പോകുന്ന പ്രഖ്യാപനമാണ്. ഇല്ല, ഇതും അങ്ങനെയാണോ പ്രഖ്യാപനം? ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ്. നീ അത് നടപ്പിലാക്കിയോ? ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് നടപ്പിലാക്കിയോ? അപ്പൊ വസന്ത് എന്താണ് പറയുന്നത്? ഇത് നടപ്പാകാൻ പോകുന്നില്ല എന്നതാണോ, അതോ ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ രേണു, ഞാനൊരു കാര്യം പറയാം. ഇവരുടെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കഥ 1 മിനിറ്റിൽ പറയാം. അങ്ങ് 1 മിനിറ്റ് ഇടപെടരുത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത്, അതായത് പിണറായി വിജയന്റെ 1ാം ഗവൺമെന്റ് 2019 അധികാരത്തിൽ വരുമ്പോൾ
ദേശാഭിമാനിയുടെ അന്നത്തെ ഹെഡിങ്, അതായത് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോട്ടോയുടെ തലക്കെട്ടായി കൊടുത്തിരുന്നത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ 5 വർഷത്തേക്ക് ഇനി വിലക്കയറ്റമില്ല എന്നുള്ളതാണ്. 5 വർഷത്തേക്ക് ഇനി വിലക്കയറ്റമില്ല. അപ്പോൾ ദേശാഭിമാനിയുടെ അന്നത്തെ വില 6 രൂപ 50 പൈസയായിരുന്നു. പക്ഷേ 5 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ ഇറങ്ങിപ്പോകുമ്പോൾ ദേശാഭിമാനിക്ക് വില കൂടി, 7.5 രൂപയായി. ഇന്ന് ദേശാഭിമാനിയുടെ വില എത്രയാ? അതായത് പാർട്ടി പ്രവർത്തകർ പേടിപ്പിച്ച് മാത്രം സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കുന്ന പത്രത്തിന് പോലും, പാർട്ടി പത്രത്തിന്റെ പോലും വില കൂടിയ ഒരു നാട്ടിലാണ് നമ്മൾ ഉള്ളത്. 2, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ 3 പദ്ധതികൾ, ആ 3 പദ്ധതികളും ഇതിനു മുമ്പ് പലപ്പോഴും പ്രഖ്യാപിച്ചതാണ്, നടപ്പിലാക്കിയിട്ടില്ല. നടപ്പിലാക്കിയ നല്ല കാര്യമാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുകയാണെന്നേ. നടപ്പിലാക്കട്ടെ, നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കട്ടെ. അല്ലാതെ കുറെ കുടിശ്ശിക വരുത്തുന്നു. അപ്പൊ അങ്ങ് ചോദിച്ചു, കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പോവുകയല്ലേ, അതൊരു സർക്കാരിന്റെ മേന്മയല്ലേ എന്ന് ചോദിച്ചാൽ, ഞാൻ രേണുവിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പറയാം. അല്ലെങ്കിൽ രേണുവിന്റെ സാലറി ഒരു 8 മാസത്തേക്ക് തരുന്നില്ല, ന്യൂസ് 18 തരുന്നില്ല എന്നിരിക്കട്ടെ. 9ാമത്തെ മാസം ന്യൂസ് 18 പോസ്റ്റ് കാർഡ് അടിക്കുകയാണ്. തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത്. കൃത്യമായി ഒരു ദിവസം അവധിയാണെങ്കിൽ അതിന് തലേന്ന് ശമ്പളം തരുന്ന സ്ഥാപനമാണ്. അപ്പൊ അത് അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ വസന്ത്, നോക്കൂ ഇവിടെ ഇപ്പോ കാലാകാലങ്ങളായി മുടക്കം വന്നിട്ടുണ്ടാ എങ്കിൽ പോലും ഇപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ച് അത് കുടിശ്ശിക തീർത്ത് കിട്ടും എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് അതൊരു ആശ്വാസമല്ലേ? അവർക്ക് 400 രൂപ പ്രതിമാസം കിട്ടുന്ന പെൻഷൻ കൂടുന്നു എന്ന് പറയുന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? കഴിഞ്ഞ ബജറ്റിലെന്നല്ല, ഇതുവരെയുള്ള ബജറ്റുകളിൽ പോലും 400 രൂപയുടെ ഒറ്റയടിക്കുള്ളൊരു വർധന പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ അതൊരു ലോട്ടറി പോലെയാണ്. അതെ, ലോട്ടറി പോലെയാണ്. കാര്യം എന്താ? ഈ സർക്കാരിന്റെ 1ാമതും 2ാമതും ഉണ്ടായിരുന്ന പ്രകടന പത്രികയിൽ, 1ാം പിണറായി ഗവൺമെന്റിന്റെ LDF പ്രകടന പത്രിക 52ാമത്തെ പേജ് 4ാമത്തെ ഖണ്ഡിക അങ്ങെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഘട്ടം ഘട്ടമായി ഓരോ മാസം പ്രതിമാസം 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 2500 എത്തിക്കും എന്നുള്ളതായിരുന്നു. അതായത് പ്രതിമാസം വർദ്ധിക്കേണ്ടിയിരുന്ന പൈസ കൊടുക്കാതിരുന്ന്, കഴിഞ്ഞ മാസം കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം ഒക്കെ വർദ്ധിക്കേണ്ടിയിരുന്ന 100 രൂപ വർദ്ധിപ്പിക്കാതിരുന്ന് അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കൊടുത്താൽ ആർക്കാ പ്രയോജനം ഉണ്ടാവുന്നത്? 2500 എത്തിക്കുമെന്ന് പറഞ്ഞവർ 2000 എത്തിച്ചപ്പോൾ അത് വലിയ കാര്യമാണ് എന്ന കണക്കിന് കൊട്ടിഘോഷിക്കുന്നതിൽ എന്ത് മാനദണ്ഡമാണുള്ളത്? കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശികകൾ കൊടുത്തു തീർക്കട്ടെ. കുടിശ്ശിക ഉണ്ടാക്കി വെച്ചിട്ട് ആ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനെ വലിയ മേന്മയാ ഭാവിക്കുന്നത് നല്ലതല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. കാരണം 100 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 2200 രൂപയാണ് കഴിഞ്ഞ മാസം. ഈ മാസം 2300, അടുത്ത മാസം 2400. അങ്ങനെ ഇലക്ഷൻ ചട്ടം വരുന്നോടം വരെ ആക്കി 2500 രൂപ കൊടുക്കേണ്ടിയിരുന്ന ഗവൺമെന്റ് ഇപ്പൊ പറയണോ 2000 രൂപയാക്കി. മുൻകാല പ്രാബല്യമുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് മുൻകാല പ്രാബല്യം വേണമെന്ന് ഞങ്ങൾ പറയുന്നത്? ഇത് സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യമാണ്. അത് കൊടുക്കാതെ പിടിച്ചു വെച്ച ശേഷം പെട്ടെന്ന് അതിന്റെ ഒരു പാതി എമൗണ്ട് വർദ്ധിപ്പിച്ചിട്ട് 2500 ആവേണ്ടിയിരുന്നത് 2000 ആക്കി. അങ്ങനെ ഒരു പാതി എമൗണ്ട് വർദ്ധിപ്പിച്ചിട്ട് അത് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. ഇനി വളരെ എത്തിക്കലായ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്താ എത്തിക്കലായ പ്രശ്നം? ഇന്ന് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്, ഇതെന്താ ബഡ്ജറ്റ് പ്രഖ്യാപനമാണോ? ബഡ്ജറ്റിൽ മുൻകാല ബഡ്ജറ്റുകളെ പ്രഖ്യാപിച്ചൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ഇതൊരു ബഡ്ജറ്റ് പ്രഖ്യാപനം പോലെ ഇലക്ഷന്റെ 4ാം മണിക്കൂറിൽ ഇത് പ്രഖ്യാപിക്കുന്നത് ശരിയാണോ? പൊളിറ്റിക്കലി എത്തിക്കലാണോ എന്നുള്ളത് പിണറായി വിജയനും കൂട്ടരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇത് എല്ലാ കാലങ്ങളിലും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലും കർണാടക രാഷ്ട്രീയത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഇലക്ഷന്റെ തലേ ദിവസം കുറെ ഫ്രീ ബീസുകൾ പ്രഖ്യാപിച്ച് ഇലക്ഷനെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ ഇതിനെയും വിലയിരുത്തേണ്ടതായി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വസന്ത്, എന്തായാലും നടപ്പാക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്നതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ അവകാശവാദം. നടപ്പിലാക്കാൻ പോകുന്നു, തെറ്റാണ്. തെറ്റാണ്. സർക്കാരിന്റെ അവകാശവാദം എന്നല്ലേ വസന്ത് ഞാൻ പറഞ്ഞത്? സർക്കാരിന്റെ അവകാശവാദം എന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, സർക്കാരിന്റെ അവകാശവാദം. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയ സർക്കാരാണ് ഇത്. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സർക്കാരാണ് ഇത് എന്നതാണ് അവരുടെ അവകാശവാദം. അപ്പോ അങ്ങനെ ഒരു സർക്കാർ ഇത്രയധികം പദ്ധതികൾ തെരഞ്ഞെടുപ്പിന് മുൻപായാലും പ്രഖ്യാപിക്കുന്നത്, സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസമാകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നത് അതൊരു സ്വാധീന ഘടകമാകാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്തായാലും കോൺഗ്രസിന് അതിന്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം വസന്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഗോകുൽ, കേൾക്കാമോ എന്നെ? ഗോകുൽ, നോക്കൂ, ഇവിടെ ഇപ്പോ സർക്കാർ ഒരു ബജറ്റ് കേൾക്കുകയാണെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PM ശ്രീക്കും മറ്റും മാറ്റിവെച്ച കുറച്ച് സമയം ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം
എല്ലാവർക്കും ആശ്വാസം വരുന്നതാണ്. അത് സമൂഹത്തിന്റെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഈ പ്രഖ്യാപനങ്ങൾ ഭരണമുന്നണി നടത്തുമ്പോൾ അതൊരു തുടർ ഭരണ സാധ്യത കൂടി മുന്നിൽ വെച്ചുള്ള പ്രഖ്യാപനങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണോ ഇന്നത്തെ ഈ പ്രഖ്യാപനങ്ങൾ? ശ്രീമതി രേണുക, ഈ പ്രഖ്യാപനങ്ങളെ BJP എങ്ങനെ കാണുന്നു എന്നതിനപ്പുറം കേരളത്തിലെ പൊതുസമൂഹം, ജനസാമാന്യം ആകെ കാണുന്നത് പിണറായി വിജയന്റെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്ന് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തെ ജനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്, എന്ത് മനോഹരമായിട്ടുള്ള നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന രീതിയിലാണ്. ജനങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഉണ്ടെന്ന് ഈ നാട്ടില്. ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ കാണിക്കുന്ന ഗിമിക്കുകളൊന്നും, ഈ പറയുന്ന കോൺഗ്രസ് കാണിക്കുന്ന ഗിമിക്കുകളൊന്നും കേരളത്തിൽ വിലപ്പോകില്ല. അതിനെ കേരളത്തിലേക്ക് പറിച്ചു നടാം. ഇവിടെ ഈ 2 ദിവസം കഴിയുമ്പോ, 3 ദിവസം കഴിയുമ്പോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കോൺഗ്രസ് കാണിക്കുന്ന ഗിമിക്ക് എന്ന് താങ്കൾ പറഞ്ഞത് എന്താണ്? അല്ല, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളാണെന്നേ. ഇപ്പൊ കർണാടകയിലും ഈ തെലങ്കാനയിലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതികൾ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് BJPയുടെ പ്രഖ്യാപനം? ഒന്നും പ്രഖ്യാപിക്കുന്നില്ല. BJPയുടെ പ്രഖ്യാപനം എന്താണ്? BJPയുടെ പ്രഖ്യാപനങ്ങൾ എന്താണ്? നിങ്ങൾ പ്രഖ്യാപിച്ച് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന പ്രഖ്യാപനമാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലായാലും മധ്യപ്രദേശിലായാലും ഒക്കെ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ലാൽ കി ബഹൻ പദ്ധതി, സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതി. അത് ഒരിടത്ത് വിജയം കണ്ടപ്പോൾ നിങ്ങൾ അത് തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിക്കുന്നു, ബീഹാറിൽ ഉൾപ്പെടെ പരീക്ഷിക്കുന്നു. അതാണിപ്പോൾ പിണറായി വിജയനും പ്രഖ്യാപിച്ചിരിക്കുന്നത്. തർക്കമൊന്നുമില്ലെന്നേ, പ്രഖ്യാപിക്കട്ടെന്നേ. ജനങ്ങൾക്ക് സർക്കാരിന്റെ കാശ് കിട്ടുന്ന കാര്യത്തിൽ BJPക്ക് എന്താ വ്യത്യസ്ത അഭിപ്രായം? അത് പിണറായി വിജയൻ കൊടുത്താലും അത് നരേന്ദ്രമോദി കൊടുത്താലും ജനങ്ങൾക്ക് സർക്കാരിന്റെ കാശ് കിട്ടുക. ഞാനത് ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് പരീക്ഷിച്ച് പരാജയപ്പെട്ട പദ്ധതി എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിക്കുകയും, ഞാൻ പ്രഖ്യാപനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങള് BJP പ്രഖ്യാപിക്കുകയും അത് വിജയിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന കാര്യത്തെയാണ് ഞാൻ കോൺഗ്രസിനോട് ചേർത്ത് പറഞ്ഞത്. അതവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഈ പദ്ധതികൾ ആകെ തന്നെ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം എന്താണ്? PM-3 പദ്ധതിയുടെ പുനർപരിശോധന നടത്താൻ വേണ്ടി പ്രഖ്യാപനം വരുന്ന ദിവസം തന്നെയാണ് ഈ പ്രഖ്യാപനവും ഈ പദ്ധതികളും വരുന്നത് എന്നുള്ളൊരു വിനോദാഭാസം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഇവർ വെള്ളം തൊടാതെ വിഴുങ്ങിയ സാധനങ്ങൾ അത് അങ്ങനെ സംഭവിച്ചേ ഇല്ല എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി തന്നെ വന്നിരുന്നു കൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ഇവിടെ CPI വടിയെടുത്തപ്പോ, സമസ്ത മുഖപ്രസംഗം എഴുതിയപ്പോ പേടിച്ച് വിരണ്ട പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന രീതിയിലേക്ക് ജനങ്ങൾ CPM വിരുദ്ധമായി, LDF വിരുദ്ധമായി ഇവിടെ കാര്യങ്ങളിലേക്ക്, തിരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളുടെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. നിങ്ങൾ നോക്കൂ, ഏകദേശം 250 ദിവസത്തിലധികമായി ആശാ വർക്കർമാർ മഴയത്തും വെയിലത്തും പൊടിയും എല്ലാം സഹിച്ച് അവിടെ നമ്മുടെ ഈ സെക്രട്ടറിന്റെ മുമ്പിൽ സമരം നടത്തുകയല്ലേ. അപ്പോഴൊന്നും പ്രഖ്യാപനം ഉണ്ടായില്ലല്ലോ. ഏകദേശം 1 വർഷത്തോളമായില്ല. പിണറായി വിജയന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ ഈ ആശാ പ്രവർത്തകരെ എങ്ങനെയാണ് പോലീസ് നേരിട്ടതെന്ന് നമ്മൾ കണ്ടതല്ലേ. അംഗനവാടി പ്രവർത്തകർ, സാധാരണക്കാർ, ADS പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ, അപ്പൊ അവരുടെ എല്ലാം പ്രതിഷേധങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം അടിച്ചൊതുക്കുകയും പോലീസിനെ കൊണ്ട് ചവിട്ടി ഞെരിക്കുകയും ചെയ്ത ആളുകൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ തങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായ ഡാമേജുകൾ എങ്ങനെയെങ്കിലും കുറെ പൊടിപടലം സൃഷ്ടിച്ചുകൊണ്ട്, പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മാറ്റാം, കുറെ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചാൽ, ഇപ്പോ അവതാരിക പറഞ്ഞ പോലെ ഈ പദ്ധതികൾ നടപ്പാക്കിയ നല്ല കാര്യം, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ. പക്ഷെ ഇതെല്ലാം നടപ്പാക്കാൻ വേണ്ടി പോവുകയാണോ? കേരളം 4.7 ലക്ഷം കോടി രൂപ കടബാധ്യതയിലുള്ള 35,000-ലധികം കോടി രൂപ ധനക്കമ്മിയുള്ള ഒരു സംസ്ഥാനത്ത് ഈ അധിക ബാധ്യത എടുത്തു വയ്ക്കാൻ ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ചാൽ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലില്ലേ? അപ്പോ ഈ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ സ്ത്രീകളുടെ, ഈ നാട്ടിലെ ആശാപ്രവർത്തകരുടെ, ഈ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരുടെ, ഈ നാട്ടിലെ മറ്റ് ജനവിഭാഗത്തിൽപ്പെട്ട, അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് വാങ്ങാം, കണ്ണിൽ പൊടിയിടാം എന്നാണ് പിണറായി വിജയനും LDF-ഉം ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിലെ നടപ്പാക്കാനേ പോകുന്നില്ല.
കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നിങ്ങളുടെ ഔദാര്യം പറ്റലിന്റെ രാഷ്ട്രീയമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ആനുകൂല്യം പറ്റലിന്റെ രാഷ്ട്രീയമല്ല. അവകാശങ്ങൾ, വികസനത്തിന്റെ അവകാശം, മുന്നേറ്റത്തിന്റെ അവകാശം, അത് അവകാശമായി തന്നെ നേടിയെടുക്കുന്ന രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വേണ്ട. നിങ്ങളുടെ ഈ പറയുന്ന ഗിമിക്കുകൾ, ഇലക്ഷൻ സ്റ്റണ്ടുകൾ കേരളത്തിൽ ഇനി വിലപ്പോകില്ല എന്ന് പിണറായി വിജയനും CPM-ഉം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇലക്ഷൻ സ്റ്റണ്ട് എന്നതാണ് BJP പ്രതിനിധി പറയുന്നത്. ശ്രീ ഡി സുരേഷ് കുമാർ, ഇപ്പോൾ സർക്കാർ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അത് കുറേയൊക്കെ പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു. അത് ഈ സർക്കാരിൻ്റെ കാലാവധി തീരാൻ പോകുന്ന സമയത്താണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. മറ്റ് 3 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ, ഫ്രീബീസ് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ഒരു ആത്മവിശ്വാസക്കുറവിൽ നിന്നാണോ? ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന ഒരു തോന്നൽ, അത് ആത്മവിശ്വാസക്കുറവിന്റെ ഭാഗമാണോ? ഒരിക്കലുമില്ല. ആത്മവിശ്വാസക്കുറവില്ല, ആത്മവിശ്വാസ കൂടുതൽ കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, 2ാം പിണറായി സർക്കാർ ഈ പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ ഇലക്ഷനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രകടന പത്രികയിൽ 900 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. ആ 900 വാഗ്ദാനങ്ങളും ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പൂർത്തീകരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. സമീപകാലത്ത് അതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ആ പ്രോഗ്രസ് റിപ്പോർട്ട്, ആ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി 600-ലധികം വരുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുകയും ഫലപ്രാപ്തിയിലെത്തിക്കുകയും ബാക്കിയുള്ളവയുടെ ആ ഒരു പ്രവർത്തനം ഞങ്ങൾ പുരോഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങളോട് പറഞ്ഞു. ഇന്നിപ്പോൾ ആ കാര്യം ഏറെക്കുറെ ശാശ്വതമായിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ പ്രവർത്തനം, അതിന്റെ ഫലപ്രാപ്തിയിലെത്തിയ കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കുമ്പോൾ ചില ഹാലിളക്കങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങളെ ഒട്ടും അലോസരപ്പെടുത്തുന്നില്ല. അത് അവർക്കുണ്ടായിട്ടുള്ള ആശങ്കയും അവർക്കുണ്ടായിട്ടുള്ള ഭയപ്പാടുമാണ് ഞങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങളെ സ്വയം തിരുത്തിച്ചുകൊള്ളുക, നിങ്ങൾ സ്വയം നവീകരിക്കുക. നിങ്ങൾ പല ഘട്ടങ്ങളിൽ, ഇപ്പൊ BJP-യുടെ പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റിനോട്, നേതാവിനോട് പ്രകടന പത്രികയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊക്കെ തമാശയല്ലേ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അങ്ങനെ കേവലം തമാശയായി കാണാനുള്ള ഒന്നല്ല പ്രകടന പത്രിക. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ. സുരേഷ് കുമാർ, നോക്കൂ, പ്രകടന പത്രിക പാലിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ നോക്കൂ, എത്ര സമയമുണ്ടായിരുന്നു? 2021 പറഞ്ഞതാണ് ക്ഷേമ പെൻഷൻ 2000 ആക്കുമെന്നത്. പക്ഷേ ഇടയ്ക്ക് മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിനി ജനങ്ങളെ സേവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിക്കാനുള്ള വലിയ മനസ്സായിരുന്നുവെങ്കിൽ ഇനി എത്ര നാൾ പറ്റും, എത്ര മാസത്തത് കൊടുക്കാൻ പറ്റും എന്നൊരു ചോദ്യം കൂടിയില്ലേ? അല്ല, അത് നിങ്ങൾ നോക്കൂ, 2021 2ാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്ന് ആദ്യ തീരുമാനമായി ഡിസിഷൻ എടുത്തത് കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ആ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അന്ന് മുതൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു എഫർട്ട് ഉണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും, അത് UDF ഭരിക്കുന്നതോ BJP ഭരിക്കുന്നതോ എന്ന സാങ്കേതികത്വം നോക്കാതെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഒരു ശ്രേണിയാക്കി കൊണ്ടുവന്ന് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ
ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തയാളോ, ഒന്ന് അന്തി ഉറങ്ങാൻ തലചായ്ക്കാൻ കിടപ്പാടമില്ലാത്ത ആളുണ്ടെങ്കിലോ, രോഗാതുരമായി കഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ അവരെയോ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് മുഴുവനും ആ രൂപത്തിലുള്ള ക്ലേശ ഘടകങ്ങൾ അതിനെ പൂർണ്ണമായും ഒഴിവാക്കി അത് സാധ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയ ഒരു സർക്കാരാണ് ആ സർക്കാർ. സ്വാഭാവികമായും ആ പൂർത്തീകരണം വന്നപ്പോൾ 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് ആ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് അന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ, ഇന്ന് എന്തേ പ്രഖ്യാപിക്കുന്നു, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയത് കൊണ്ടല്ലേ എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നത് കൊണ്ടാണ്. ഞാൻ വളരെ സ്പെസിഫിക് ആയി ക്ഷേമ പെൻഷന്റെ കാര്യമാണ് ചോദിച്ചത്. അതെ, ക്ഷേമ പെൻഷൻ ഇതിൽ ഒരു ഘടകം മാത്രമാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷേമ പെൻഷൻ ഇത്ര രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പടിപടിയായി ഘട്ടം ഘട്ടമായി അതിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുകയാണ്. ഞങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്കറിയാം, ഞങ്ങൾ പറയുന്നത് പറയാൻ കഴിയുന്നത് ഞങ്ങൾ വാഗ്ദാനമായി നൽകാറുള്ളൂ. ആ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ പാലിക്കുന്ന ആ ഒരു പ്രവർത്തന പദത്തിലാണ്. തീർച്ചയായും നിങ്ങൾ നോക്കൂ, ഏതൊരു സർക്കാരിനേക്കാളും വളരെ കൃത്യതയോടുകൂടി ഗ്രഹപാഠം ചെയ്ത് ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് ശാശ്വതമാക്കുന്നതിന് വേണ്ടി അതിശക്തമായി ഇടപെട്ട ഒരു ഗവൺമെന്റാണ്. തലചായ്ക്കാൻ ഇടമില്ലാതിരുന്ന 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അതാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഇനി അഭിമുഖീകരിക്കാനും പോകുന്നത്. എന്താണ് ഈ പദ്ധതികൾ ഇതുവരെ നടപ്പാക്കാതിരുന്നത്? എന്താണ് ഈ സമയം തെരഞ്ഞെടുക്കുന്നത്? നേരത്തെ മുതൽ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിയില്ലേ? ഇതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യങ്ങൾ. ഇതിന് രണ്ടിനും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞ പ്രതികരണം കേൾക്കാം. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പൊ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അളവിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,70,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇപ്പോ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. 2016 2021 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ 10 വർഷക്കാലത്തെ അനുഭവം. അപ്പോൾ വാഗ്ദാനങ്ങൾ പറഞ്ഞത് പാലിച്ചും അതിന് വഴി കണ്ടും ആണ് ആത്മവിശ്വാസത്തോടെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ. സർക്കാരിന് സാമ്പത്തികം സംബന്ധിച്ച് ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്. ആ സാഹചര്യത്തിൽ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നു സർക്കാർ. അത് വലിയൊരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടാക്കുമെന്നാണോ കരുതുന്നത്? തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് പ്രഖ്യാപനങ്ങൾ എന്നറിയാം. പക്ഷേ അതിൽ സർക്കാരിന്റെ ആത്മവിശ്വാസം എത്ര എന്നതായിരിക്കും ചോദ്യം ചെയ്യപ്പെടുക. ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ സ്വീകരിക്കുക? നമ്മൾ ഇതിനെ 2 ആംഗിളിൽ കൂടെ കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിൾ ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ അത് തെരഞ്ഞെടുപ്പിന് മുമ്പായാലും അല്ലാതെ ആയാലും ബജറ്റിലായാലും ജനങ്ങളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഇല്ലാതാകുന്ന ഒരു സംഗതി അല്ല ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ കോവിഡ് കാലഘട്ടത്തിലെ നമ്മൾ കണ്ട കാര്യങ്ങളാണിത്. കിറ്റ് കിട്ടിയതിന്റെ പേരിൽ അന്ന് ജനങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിനെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയാ ഓവർ സിംപ്ലിഫിക്കേഷൻ വസന്ത തെങ്ങുപള്ളി പറയുന്നത് പോലെ ആ രീതിയിൽ ഇതിനെ കാണുന്നത് കൊണ്ട് പ്രശ്നത്തെ അമിതമായി ലഘൂകരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തെ പല പ്രഖ്യാപനങ്ങളും
വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ്. പ്രത്യേകിച്ചും ഇപ്പൊ 60 ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അത് 1600 നിന്ന് 2000 ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ അത്തരം വ്യക്തിക്കും ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രതിമാസം 400 രൂപയുടെ വർധനവാണ് കിട്ടുന്നത്. അതായത് പ്രതിദിനം ഏതാണ്ട് 13 രൂപയുടെ വർധനവ് അവർക്ക് കിട്ടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പെൻഷൻ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ആ പെൻഷൻ വർധന അവരെ സഹായിക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രതിമാസം ഈ പെൻഷൻ ഒന്നും കിട്ടാത്ത സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കും എന്ന് പറയുന്ന പ്രഖ്യാപനവും വലിയ രീതിയിൽ തന്നെ ഈ ആളുകളെ ആകർഷിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളെ ആകർഷിക്കുന്ന പ്രഖ്യാപനമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കും എന്നൊക്കെ പറയുന്നത് നേരത്തെ തന്നെ ഇപ്പൊ ഏതാണ്ട് മാറി വില ഏതാണ്ട് 200-ന്റെ ചില സമയത്തൊക്കെ 200-ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് 170-ൽ നിന്ന് അല്ലെങ്കിൽ 180-ൽ നിന്ന് 200 ആക്കുന്നത് വലിയ കയ്യടി കിട്ടുകയോ അത് വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുപോലെ നെല്ലിന്റെ സംഭരണ വില ഇപ്പോ 28-50 ഉണ്ട്, അത് 30 രൂപയാക്കുന്നത് 1.5 രൂപയുടെ വർധനവാണ്. അത് കഴിഞ്ഞ തവണ കേന്ദ്രം പിടിച്ചപ്പോൾ അത് കൊടുക്കാതെ പിടിച്ചു വെച്ചു എന്ന് വസന്ത് പറഞ്ഞത് സത്യമാണ്. അത് അന്ന് ആ കേന്ദ്രം പ്രഖ്യാപിച്ച ഹൈക്ക് സാധാരണ കർഷകരിലേക്ക് എത്തിക്കാതെ ചെയ്തു. ഇങ്ങനെ വേറെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കാണുന്നു. ഇതെല്ലാം ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതുവരെ ഈ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ. ഒന്നിനും പൈസയില്ല. അതായത് രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്ത ആ സപ്ലൈയേഴ്സിന് പണം കൊടുക്കാൻ കുടിശ്ശിക 100 കണക്കിന് കോടിയായിട്ട് അവിടേക്കുള്ള മരുന്ന് സപ്ലൈ നൽകും, ഉപകരണങ്ങളുടെ സപ്ലൈ നൽകും. അതുപോലെ തന്നെ സപ്ലൈകോയ്ക്ക് കുടിശ്ശിക ആയിട്ട് വൻതോതിൽ ഇത് കൊടുക്കുന്നവർക്ക് കുടിശ്ശിക തീർക്കാത്തത് കൊണ്ട് 100 കണക്കിന് കോടി കുടിശ്ശിക വരുന്നതുകൊണ്ട് അവിടെ സബ്സിഡി സാധനങ്ങൾ സമയത്ത് കിട്ടാതെ വരുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്രയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ഞെരുക്കത്തിലാണ്, ശ്വാസം മുട്ടലിലാണെന്ന് പറയുന്ന സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എവിടുന്നാണ് ഇത്രയും വലിയ വമ്പൻ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? അപ്പൊ ഒന്നുകിൽ ഇതില് 10,000 കോടി മിനിമം ആകും എന്നതാണ് ധനമന്ത്രി പറയുന്നത്. അതായത് 10,000 കോടിയുടെ പുതിയ സാമ്പത്തിക ബാധ്യത വരുന്ന ക്ഷേമ പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അത് പറയും, അത് ചെയ്യുന്ന സർക്കാരിനെ അപ്പൊ ഇത്രയും കാലം ഈ സർക്കാർ പറ്റിക്കായിരുന്നു. അതായത് സർക്കാർ ജീവനക്കാർക്ക് മാത്രം, അധ്യാപകർക്കായിട്ട് ഏതാണ്ട് 19% DA കുടിശ്ശിക ഉണ്ട്. ഇന്നിപ്പോ ഒരു ഗഡു DA കുടിശ്ശിക 4% DA കുടിശ്ശിക അനുവദിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പണം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണോ, അതോ ഒരു പ്രത്യേക ഘട്ടത്തിൽ തങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രം ഇത്തരം ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തി അതിലൂടെ വോട്ട് ക്യാച്ച് ചെയ്യാന്നുള്ള ഒരു തരം ഒരു സൂത്രവിദ്യയാണോ അത്? അതായത് ഒരു വ്യാമോഹിപ്പിക്കൽ, ഒരു തരം പ്രലോഭിപ്പിക്കൽ, അങ്ങനെ ആളുകളുടെ മൃദുലതകളെ, അവരുടെ മോഹങ്ങളെ ഒരു നിലയ്ക്ക് പറഞ്ഞിട്ടെങ്കിൽ വല്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്. ഒന്നുകിൽ ഈ സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഇപ്പൊ ഇതിന് പറ്റില്ല. പക്ഷെ നിലവിൽ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുകയും അത് താങ്ങാൻ വയ്യാത്ത അത്രയും വലിയ ആനുകൂല്യങ്ങൾ ഈ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്ത് സർക്കാരിനെ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പൊ ഇത്രയും പ്രലോഭനമാണോ എന്നൊരു സംശയം ഉണ്ടാകും. അങ്ങനെ പ്രലോഭിക്കപ്പെടുന്നവരാണോ കേരളീയർ എന്ന ഒരു ചോദ്യവുമുണ്ട്. നമ്മൾ പലയിടങ്ങളിലും ഈ പരീക്ഷണം വിജയകരമാണ് എന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അത് സാധ്യമാകുമോ? അങ്ങനെ പ്രലോഭിക്കപ്പെടുമോ നമ്മുടെ വോട്ടർമാർ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം.
വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വസന്ത തെങ്ങമ്പള്ളി, നോക്കൂ, 30 ലക്ഷത്തിലധികം സ്ത്രീകളെ ലക്ഷ്യമിടുന്നു. ക്ഷേമ പെൻഷൻ വഴി വയസ്സായ ആളുകളെ, യുവാക്കളെ, താഴെത്തട്ടിൽ ഉള്ള ഏറ്റവും ആവശ്യമായ പണം ആവശ്യമായിട്ടുള്ള മനുഷ്യരെ, മധ്യവർഗക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാരെ ഒരു വീട്ടിൽ നിന്ന് പോലും സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലായാലും, ഈ ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിലായാലും അങ്ങനെ ഒരു ആനുകൂല്യം നൽകുന്ന, തങ്ങളെ കരുതുന്ന സർക്കാർ എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അത് തുടർ ഭരണത്തിനുള്ളൊരു സാധ്യതയാണ്. കേരളം പണ്ടത്തെ പോലെ അല്ലല്ലോ. 2021 കേരളം മാറി ചിന്തിച്ചില്ലോ. തുടർ ഭരണം എന്നത് ഉറപ്പാക്കിയ ഒരു നാടാണല്ലോ. അവിടെയാണ് ഈ പ്രഖ്യാപനം എങ്ങനെയുള്ള ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കും എന്ന വലിയ ചോദ്യം ഉയരുന്നത്. രേണു നോക്കൂ, അങ്ങനെ കിറ്റും കോവിഡ് സമയത്തെ PR എക്സസൈസും കണ്ട് അതിൽ വീണു പോയതിൽ ഒരുപാട് ഖേദിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലേത്. നമുക്കറിയാം, പൊളിറ്റിക്കലി ലിറ്ററേറ്റഡ് ആണ് കേരളം എന്ന് നമ്മൾ അഹങ്കരിച്ചിരുന്നിടത്ത് നിന്നാണ് അങ്ങനെയല്ല എന്ന് 2021 അങ്ങ് സൂചിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രൂവ് ചെയ്തത്. പിന്നീട് കോവിഡിന്റെ സമയത്ത് ഇവർ നടത്തിയ കൊള്ളകളുമായി ബന്ധപ്പെട്ട്, ആയതുമായി ബന്ധപ്പെട്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവരങ്ങൾ വെളിയിൽ വന്നപ്പോഴാണ് കോവിഡ് സമയം കക്കാനുള്ള ഒരു അവസരമായാണ് സർക്കാർ കണ്ടത് എന്ന് ജനത്തിന് മനസ്സിലായത്. പക്ഷെ അപ്പോഴേക്ക് ഇലക്ഷൻ കഴിഞ്ഞു പോയിരുന്നു, അവർ വോട്ടും ചെയ്തു പോയിരുന്നു. അപ്പോൾ ഞാൻ ജോർജ് സാർ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശരിയാണ്, ഇലക്ഷനിലേക്ക് ഒരു കാറ്റ് വീശാൻ വേണ്ടി ആ സമയത്തെ ഈ പ്രഖ്യാപനങ്ങൾക്ക് സാധിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം 2021 to 25 or 26 5 വർഷക്കാലം, ആ 5 വർഷക്കാലത്തിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് സമയത്തെ അഴിമതി സർക്കാർ പ്രഖ്യാപിച്ച, അതായത് അന്നത്തെ ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളും കൊടുത്തു തീർക്കാതിരുന്ന കാര്യം. ഇപ്പൊ നേരത്തെ ഇടത് പ്രതിനിധി പറഞ്ഞു ഞങ്ങളുടെ ആഗ്രഹമാണെന്ന്. ഡി സുരേഷ് കുമാർ പറയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു പെൻഷൻ. അല്ല സാർ, നിങ്ങളുടെ ആഗ്രഹമല്ല. ഇലക്ഷൻ പ്രകടന പത്രിക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായും നിയമപരമായും ധാർമ്മികപരമായും നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ്, നമ്മുടെ ആഗ്രഹമല്ല. പറ്റുമെങ്കിൽ ചെയ്യാം, ഇന്ന് കാറ്റ് വീശിയില്ലെങ്കിൽ നാളെ ചെയ്യാം, ഇന്ന് മഴയില്ലെങ്കിൽ രാവിലെ പഠിക്കാൻ പോകാം എന്ന് പറയുന്ന പോലത്തെ പരിപാടിയല്ല. ഇത് ഉറപ്പാണ്, പ്രോമിസ് ആണ് ഇലക്ഷൻ പ്രകടന പത്രിക. ആയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ റൂളിംഗുകൾ തന്നെ ഉണ്ട്. അപ്പൊ നോക്കൂ, അങ്ങനെ കൊടുത്ത ഉറപ്പ് 2500 രൂപയാക്കും എന്നത് വെറുതെ 2500 അല്ല, ഏതെങ്കിലും ഒരു ദിവസം 2500 അല്ല, പ്രതിമാസം പ്രതിവർഷം 100 രൂപ വീതം ഉയർത്തിക്കൊണ്ട് വന്ന് 2500 ആക്കുമെന്ന്. അങ്ങനെ ഉയർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ 2400 കൊടുക്കേണ്ട വർഷമാണിത്. ആ വർഷത്തിൽ 2000 മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അയ്യോ ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ജനങ്ങൾക്കുണ്ട്. ഇനി രേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രേണു, ഞാൻ പറഞ്ഞിട്ടും അത് തിരുത്താൻ തയ്യാറല്ല. അങ്ങ് പറയുന്നു ഒരുപാട് യുവാക്കൾക്ക് വലിയ ഉറപ്പ് കൊടുത്തിരിക്കുന്നു, കൊടുത്തു തീർത്ത സർക്കാർ എന്നാണ് പറയുന്നത്. എന്റെ ഒരു സംശയം, എനിക്ക് മനസ്സിലായില്ല താങ്കൾ എന്താ സൂചിപ്പിച്ചതെന്ന്. അങ്ങ് പറയുന്നത് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ചെയ്തു തീർത്ത സർക്കാർ എന്ന് തന്നെയാണ് അങ്ങ് ആവർത്തിക്കുന്നത്. എങ്ങനെ ചെയ്തു തീർത്തു? ഇന്നും പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അവരുടെ അവകാശവാദമാണെന്ന് ഞാൻ ആവർത്തിച്ച് താങ്കളോട് പറഞ്ഞു. ഞാനത് താങ്കളോട് ആവർത്തിച്ച് പറഞ്ഞു. സർക്കാരിന്റെ അവകാശവാദമാണ് പറഞ്ഞത്. ചെയ്യുന്ന സർക്കാർ എന്നത് അവരുടെ അവകാശവാദമാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങ് കോട്ട് ചെയ്തത് വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാർ എന്നാണ്. മുഖ്യമന്ത്രിയുടെ ബൈറ്റ് കൊടുത്തതും താങ്കൾ കേട്ടിട്ടില്ലേ? മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് തുടർഭരണം കിട്ടിയത്. അതേപോലെ തന്നെ ഈ 2025 വാക്ക് പാലിച്ചിരിക്കുന്നു. അത് തുടർ ഭരണമാണ് ലക്ഷ്യമിടുന്നത്. വാക്ക് പാലിച്ചില്ലെന്നേ. പാലിച്ചെന്ന് എങ്ങനെയാ പറയുന്നത്? ഇത് പാലിച്ചോ? 2000 വീതം ആർക്കെങ്കിലും കിട്ടിയോ? 1000 രൂപ വീതം വീട്ടമ്മമാർക്ക് ഇന്ന് പ്രഖ്യാപിച്ചതല്ലേ? നവംബർ 1 മുതൽ നടപ്പാകുന്ന പദ്ധതിയല്ലേ? അത് കിട്ടുന്നത് നവംബർ 1 ശേഷമായിരിക്കില്ലേ? സപ്ലൈകോയിൽ കൊടുക്കാനുള്ള 600 കോടിയുടെ കുടിശ്ശിക കൊടുത്തോ? കർഷകർക്ക് നാളെ തൊട്ട് 200 രൂപ കിട്ടുമോ? കൊടുത്തില്ല. അപ്പൊ കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ, അത് മതി, ഡെക്കറേഷൻ വേണ്ട, കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ, അതാണ് ശരി. അല്ലാതെ കൊടുത്ത സർക്കാരല്ല, കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ. ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞ സർക്കാർ, ആ പറഞ്ഞ വട്ടം ഒന്നും നടപ്പിലാക്കാത്ത സർക്കാർ. അങ്ങനെ പറയണം, അപ്പോഴാണ് അത് കൃത്യമാകുന്നത്. എന്റെ ഒരു എളിയ സംശയം ശ്രീ രേണു, അങ്ങ് പറഞ്ഞു എന്താണ്, അങ്ങും ഇടതു പ്രതിനിധിയും പറഞ്ഞു ഒരുപാട് യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്, അവർക്കെല്ലാം പൈസ കൊടുക്കാൻ പോകുന്നു ഈ സർക്കാർ, അവരെ എല്ലാം ചേർത്ത് നിർത്താൻ പോകുന്നു ഈ സർക്കാർ എന്നാണ്. എന്റെ ഒരു സംശയം, 2019 ഇവർ പ്രഖ്യാപിച്ച മറ്റേ 2 ലക്ഷം ലാപ്ടോപ്പുകൾ കിട്ടിയ യുവാക്കൾക്ക് ഇത് കിട്ടുമോ അതോ അവർക്കില്ലയോ എന്നുള്ളതാണ്. അതിനുകൂടി ഉത്തരം പറയണം. ഏത്
2 ലക്ഷം ലാപ്ടോപ്പാണ് ഓരോ കുട്ടിക്കും വസന്തിന്റെ ശ്രദ്ധയിലേക്കാണ് സപ്ലൈകോ വിപണി കൊടുക്കുന്നുണ്ടോ? ഇടപെടൽ ഇനത്തിൽ കുടിശ്ശിക തീർക്കുന്നതിനായി 110 കോടി രൂപ അനുവദിക്കും. താങ്കൾ സപ്ലൈകോ പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ടാണ്. അനുവദിച്ചു എന്നല്ല. ഇതിനു മുമ്പ് അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രേണു തന്നെ പറഞ്ഞ വാക്കിൽ അതുണ്ട്, കുടിശ്ശിക വരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ കൊടുക്കാനുണ്ടായിരുന്നത് കൊടുക്കാതിരിക്കലാണ്. അത് ആ സർക്കാരിന്റെ പരാജയമാണ്, ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ്, ആ സർക്കാരിന്റെ കഴിവില്ലായ്മയാണ്. ആ കഴിവില്ലായ്മ ഞങ്ങൾ ഇതാ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു കാര്യം ഞാൻ രേണുവിനെ ന്യൂസ് 18 വിടുന്നു. ഞാനൊരു കടയിൽ നിന്ന് കടം മേടിക്കുന്നു, ഇന്ന് കൊടുക്കാം, നാളെ കൊടുക്കാം, മറ്റന്നാൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. ഒരു 8 മാസം താമസിപ്പിച്ചിട്ട് 9ാമത്തെ മാസം കൊണ്ടുപോയി 2500 കൊടുക്കാനുള്ളിടത്ത് ഞാൻ 2000 കൊടുത്തിട്ട് എനിക്ക് ഫ്ലെക്സ് അടിച്ചു വെക്കാൻ നാണമില്ലേ? ഞാൻ ഇതാ കൊടുക്കാനുണ്ടായിരുന്ന പൈസ കൊടുത്തു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്. ആ കുടിശ്ശികയാണ് കൊടുത്തു തീർക്കുമെന്ന് പറയുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക്, അതായത് 20 രൂപ ഊണുമായി ബന്ധപ്പെട്ടത്, അവർ സമരരംഗവുമായി ബന്ധപ്പെട്ട് അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്നിരുന്നു, അതാണ് കൊടുത്തു തീർക്കുമെന്ന് പറയുന്നത്. ആശാ വർക്കർമാർക്ക് അവർ സമരം ചെയ്യുന്ന സമയത്ത് 300 ഇരട്ടി PSC ബോർഡംഗങ്ങളുടെ വർധനവ് നടത്തിയ സമയത്തും അവർക്ക് കൊടുക്കാത്ത പൈസ അവർ ആവശ്യപ്പെട്ടതിന്റെ 4/1 മാത്രം, അതാണ് കൊടുക്കുമെന്ന് പറയുന്നത്. കൊടുക്കുമെന്ന് പറയുന്നത് 2500 ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നിടത്താണ് 2000-ലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഇതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുന്നതാണ് മുൻകാലങ്ങളിൽ കണ്ടത്. ഇനി കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യം, ജനത്തിന് പൈസ കിട്ടട്ടെ. അത് അവരുടെ തന്നെ പൈസ ഇല്ലേ, അവരുടെ തന്നെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന ടാക്സ് പണമല്ലേ, ആ പൈസ എടുക്കട്ടെ. ഇനി ബാലഗോപാൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, 1 ലക്ഷം കോടിയുടെ എക്സ്പെൻഡിച്ചർ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് എവിടേക്കാണ് എന്ന് കൂടി അദ്ദേഹം പറയണം. 1 ലക്ഷം കോടിയുടെ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ 2 ലക്ഷം കോടിയുടെ കടമാണ് എടുക്കുന്നത്. അതൊരു സർക്കാരിന്റെ വിജയമല്ല. ഈ ചർച്ചയിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, ഒരു സർക്കാർ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുമ്പോൾ ആ സർക്കാർ കടമെടുത്ത് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിച്ചാൽ അത് ആ സർക്കാരിന്റെ എഫിഷ്യൻസി അല്ല, ഇൻഎഫിഷ്യൻസിയാണ്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ സർക്കാർ വിവിധ ടാക്സ് ഇതര വരുമാനം ഉണ്ടാക്കണം. ആ വരുമാനമാണ് എക്സ്പെൻഡിച്ചർ ആക്കി കാണിക്കേണ്ടത്. അതിന് സാധിക്കുന്നില്ല. കടമെടുത്താണോ ഇതൊക്കെ നടത്താൻ പോകുന്നത് എന്നതാണ് ചോദ്യം. ഒരു ഇടവേള കൂടിയുണ്ട്, അതിനുശേഷം തിരിച്ചെത്താം. കുടുംബങ്ങളിലെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. വീണ്ടും ചർച്ചയിലേക്ക് ഞാൻ ഗോകുലിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് സുരേഷിലേക്ക് പോവുകയാണ്. ശ്രീ സുരേഷ്, നോക്കൂ, ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം മുതിർന്ന നേതാവ് MM മണി ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ
ക്ഷേമ പെൻഷൻ തുക നവംബർ 1 മുതൽ 2000 ആക്കുന്നു. ജനകീയ സർക്കാർ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഫോട്ടോ പ്രാഞ്ചിയേട്ടനിലെ പത്മശ്രീ കിട്ടാതെ മമ്മൂട്ടി എന്ന കഥാപാത്രം നിലത്ത് കിടക്കുന്ന ഫോട്ടോയാണ്. ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതേസമയം KPCC ഓഫീസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയും കിട്ടാൻ നവംബർ 1 മുതൽ നടപ്പാക്കി തുടങ്ങുമെന്നതാണ് പറയുന്നത്. ജനങ്ങൾ കാത്തിരിക്കണം. ഓക്കെ, അത് നടത്തുന്നു. അതിനപ്പുറം ഇതുപോലെയുള്ള അപഹസിക്കലും അമിതാത്മവിശ്വാസ പ്രകടനവും വേണമോ എന്നൊരു ചോദ്യമില്ലേ? അത് കുഴപ്പം ചെയ്യില്ലേ? ജനങ്ങൾ എങ്ങനെ ഈ അവസാന നിമിഷം പ്രഖ്യാപിക്കുന്ന വലിയ പദ്ധതികളെ നോക്കിക്കാണുന്നു എന്നതുപോലും നമുക്ക് സംശയമാണ്. കേരളത്തിലെ ജനങ്ങളാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മവിശ്വാസ പ്രകടനങ്ങൾ തിരിച്ചടിക്കില്ലേ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ അതിന് മറുപടി പറയാം. ഇതൊരു അമിത ആത്മവിശ്വാസ പ്രകടനമല്ല, മറിച്ച് ഉത്തമമായ ആത്മവിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിയുന്ന വാചകങ്ങളാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മണിയാശാൻ തന്റെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അവരുടെ സർവേകൾ മുഴുവനും മണിയാശാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള മന്ത്രിമാരിൽ ഒരാളാണ് എന്ന നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, അപ്പോൾ അദ്ദേഹത്തോട് മയക്കുമായി സമീപിച്ച മാധ്യമപ്രവർത്തകരോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിശ്ചയദാർഢ്യമുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. 30,000-നപ്പുറമുള്ള ഒരു ഭൂരിപക്ഷം എനിക്ക് ലഭ്യമായില്ല എങ്കിൽ അതിനെപ്പോലും ഞാൻ പരാജയമായി കണക്കാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എനിക്കും രേണുവിനും ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായും മണിയാശന്റെ വരുന്ന ഇത് കണ്ടാൽ വേറൊരു തരത്തിലും ആലോചിക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ പ്രഖ്യാപിച്ചിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ, ഞങ്ങളാണല്ലോ നടപ്പാക്കേണ്ടതെന്ന് കരുതി തലകറങ്ങി വീണതാണോ ഒന്നും അറിയില്ല. അല്ല, അങ്ങനെ എന്തായാലും ഇപ്പൊ UDF തലകറങ്ങി വീഴേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് ഈ ഭരണത്തിന്റെ 7 അയലത്തെത്താനുള്ള സീറ്റോ വോട്ടോ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ആ UDFന്റെ ഉള്ളറകൾ അറിയുന്ന ഏതൊരാൾക്കും അറിയാം. നിങ്ങൾ നോക്കൂ, ഈ വയനാട് നമ്മുടെ ദുരന്ത ബാധിത പ്രദേശത്ത് വീട് വെച്ച് കൊടുക്കാമെന്ന് പണം പിരിച്ചിട്ട് ഇന്നലെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്നതെന്ന് ഒരു നാണവും ഉളുപ്പുമില്ലാതെ പത്ര മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. അതിൽ നിന്ന് 1 രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല, ആ പണം മുഴുവനും ഞങ്ങളുടെ സേവിങ്സ് ആയി ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ഇതാണോ പറയേണ്ട മറുപടി? കേരളം ഇവരെയൊന്നും വേണ്ടത്ര നിലയിൽ മാധ്യമങ്ങൾ പോലും കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കേരളം വെറുതെ വിട്ട ചരിത്രമുണ്ടോ? അങ്ങനെയാണോ ഇവർ ചെയ്യേണ്ടത്? ഈ പണം പിരിച്ച് അക്കൗണ്ടിലാക്കി സൂക്ഷിക്കാൻ ഇവരെ ആരാ ഏൽപ്പിച്ചത്? ഇത്തരം ശുദ്ധമായിട്ടുള്ള വളരെ സാംസ്കാരിക കേരളത്തിന് നിരക്കാത്ത പരിപാടികളും കൊണ്ട് നടക്കുന്ന ആളുകളെ ആരാണ് ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെ ഏതെങ്കിലും പൂതി ഉണ്ടെങ്കിൽ മടക്കി 4 മടക്കി പോക്കറ്റിൽ വെക്കുന്നതാണ് നല്ലത്. എന്റെ ചോദ്യം തന്നെ അമിത ആത്മവിശ്വാസം വേണമോ എന്നതായിരുന്നു. ഇപ്പോൾ MM മണി പറഞ്ഞതിനേക്കാളോ ഉദ്ദേശിച്ചതിനേക്കാളോ കൂടുതലാണ് താങ്കളുടെ ആത്മവിശ്വാസം എന്ന് താങ്കളുടെ മറുപടി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. എന്തായാലും ആത്മവിശ്വാസം നിങ്ങളെ കാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശ്രീ ഗോകുൽ, നോക്കൂ, ഇപ്പോ ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അല്ലെങ്കിൽ അവിടെയും ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളാണ്. സാധാരണക്കാരിലേക്ക് ഡയറക്റ്റായി പണം എത്തിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് നിതീഷ് കുമാർ. അതേപോലെ തന്നെയാണ് ഇവിടെയും സർക്കാർ ചെയ്യുന്നത്. എന്താണോ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് നടപ്പാക്കുന്നു എന്ന് അവർ പറയുന്നു. അതിനോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് പണം എത്തിക്കാൻ കഴിയുന്ന അതുപോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നു. അപ്പോൾ ബീഹാറിലാണെങ്കിൽ നല്ലത്, കേരളത്തിലാകുമ്പോൾ ചീത്തയാകുന്നത് എങ്ങനെയാണ് അത്തരം ഒരു പ്രഖ്യാപനം എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പ്രഖ്യാപനങ്ങളായി മാത്രം ഇരിക്കുന്നതിനെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. ജനങ്ങൾക്ക് സർക്കാരിന്റെ കാശ് ജനങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതിനൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയവും അതിൽ കാണുന്നില്ല. പക്ഷേ എല്ലാ കാലത്തും ഈ പദ്ധതികളെയും ഈ പ്രഖ്യാപനങ്ങളെയും കേരളത്തിൽ ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്, ഈ കഴിഞ്ഞ രണ്ട് വട്ടമായിട്ട് കേരളം ഭരിക്കുന്ന CPM-ന്റെ സർക്കാർ, പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് കേന്ദ്ര പദ്ധതികളെ പേര് മാറ്റി പുതിയ പദ്ധതികളായി അവതരിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ലൈഫ് പദ്ധതി എന്ന രീതിയിൽ അവർ പറയുന്ന പദ്ധതി, അത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ PM മാതൃവന്ദന പദ്ധതി അല്ലെങ്കിൽ മാതൃയോജന, കേരളത്തിൽ 10 ലക്ഷത്തിലധികം അമ്മമാർക്ക് ഉപയോഗപ്പെടുന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് ഇവർ പേര് മാറ്റി കേരളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖലയിൽ കൊടുക്കുന്ന 8,000 കോടി രൂപ,
അത് തങ്ങൾ ചെലവാക്കുന്നതാണ് എന്ന രീതിയിലേക്ക് ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടുകൾ രൂപീകരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയാണെന്ന രീതിയിൽ ഇവർ പറയുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, അത് കാർഷിക മേഖലയിൽ CPM-ന്റെ എന്തോ വിഭാവനം ചെയ്ത പദ്ധതിയാണെന്ന രീതിയിലേക്ക് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ പേര് മാറ്റി അതിനെ വക്രീകരിച്ച് അതിന്റെ രൂപം മാറ്റി കേരളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്, അത് നടപ്പാക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇവർ പ്രഖ്യാപിക്കുന്ന ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, ഇവർ പ്രഖ്യാപിക്കുന്ന ഇവരുടെ ബഡ്ജറ്റിലെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നേ. ഈ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ ജനങ്ങളെ എല്ല് കഷ്ണം കാണിച്ച് അതിന്റെ പുറകെ നടത്താനുള്ള ആ ഒരു പക്വതയാണ്. സ്റ്റിക്കർ ഉൾപ്പെടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതികളെ കുറിച്ച് നമുക്കറിയാം. ഒരൊറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് ജോർജ് പൊടിപ്പാറയിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഓക്കെ ഞാൻ സമയം തരാൻ ശ്രമിക്കാം. ശ്രീ സുരേഷ് കുമാർ, ശ്രീ ജോർജ് പൊടിപ്പാറ നോക്കി പറഞ്ഞോളൂ. PM പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയും ലൈഫ് ഭവന പദ്ധതിയും ഒന്നാണെന്നുള്ള ആന മണ്ടത്തരം എന്റെ പ്രിയപ്പെട്ട അനുജൻ ഗോകുൽ ഇനിയും പലയിടത്തും പോയി എഴുന്നള്ളിക്കരുത്. ഇനി പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയാണെങ്കിൽ വെറും 72,000 രൂപ കൊടുത്തിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന നിഷ്കർഷ മുന്നോട്ട് വെച്ച ആളുകളാണ് നിങ്ങൾ. ലൈഫ് ഭവന പദ്ധതിയിലെ മുഴുവൻ വിഹിതം സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമാണ്. ഈ ആന മണ്ടത്തരങ്ങൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും നരേന്ദ്രമോദി പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾ പെയിന്റ് അടിച്ച് മാറ്റി അത് തന്നെ വെക്കേണ്ട അവസ്ഥ ഉണ്ടല്ലോ കേരളത്തിൽ. ആരോഗ്യമന്ത്രികൾ സുരേഷ് കുമാർ, ലൈഫ് ഭവന പദ്ധതിയും ഒന്നാണെന്നുള്ള ആന മണ്ടത്തരം നിങ്ങളുടെ അറിവിന്റെ ശരി, ഞാനും അത് സൂചിപ്പിച്ചല്ലോ ശ്രീ സുരേഷ് കുമാർ. ഞാനൊന്ന് ജോർജ് പൊടിപ്പാറയിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോ സർക്കാരിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഉണർത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിമല ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് ഇതൊക്കെ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുമ്പോഴും മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കമാണ്. ഇന്നലെ ഹൈക്കമാൻഡിന് വീണ്ടും വടിയെടുക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെ ഈ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടും, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാകുമെന്നതാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോഴത്തെ സ്ഥിതി സംബന്ധിച്ച് സർക്കാരിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ചീത്തപ്പേരുകളൊക്കെ മായ്ക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും പ്രഖ്യാപനങ്ങൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെ കരുതാമോ? അപ്പുറത്തോളം ഒന്നും കരുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ചില പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ചും ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സർക്കാരുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന ഏറ്റവും സമർത്ഥമായ തന്ത്രമാണ്. അതായത് ആളുകളെ മോഹിപ്പിക്കുക, അവരുടെ പ്രതീക്ഷകളെ ഒന്ന് ഉദ്ദീപിപ്പിക്കുക, അത് വോട്ടാക്കി മാറ്റുക. ചില സ്ഥലത്ത് അത് വിജയിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് വിജയിക്കുന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 2021 അത് വിജയിച്ചു എന്നുള്ളത് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതേ അളവിൽ 2026 അത് അതേ അളവിൽ വിജയിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സർക്കാരിനെതിരെ വലിയ വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ സർക്കാർ വിരുദ്ധ വികാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി കണ്ടതാണ്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അത് കൃത്യമായി കണ്ടതാണ്. അത്തരം ഭരണവിരുദ്ധ വികാരങ്ങളെ മുഴുവൻ ഇത്തരം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മറികടക്കാൻ കഴിയുമോ? ഇപ്പൊ ശബരിമലയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടെ നടന്നിരിക്കുന്ന സ്വർണ്ണ കവർച്ചയും അതുപോലുള്ള അവിടെ നടന്നിരിക്കുന്ന ക്രമക്കേടുകളൊക്കെ ഒരു വൈകാരിക വിഷയമാണ്. അതിനിപ്പോ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം അവരെ മനസ്സിലുണരുന്ന ആ വികാരം അപ്പാടെ ഇല്ലാതാകുമെന്നും സർക്കാരിനോടുള്ള ആ ക്ഷോഭം, ദേവസ്വം ബോർഡിനുള്ള ക്ഷോഭം, ആ ക്ഷോഭം ഇല്ലാതാകുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ തങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വലിയ ആനുകൂല്യങ്ങളുമായിട്ട് സർക്കാർ എത്തുന്നു. അതുകൊണ്ട് അത് ഒരു പരിധി വരെ അവർക്കൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രത അല്ലെങ്കിൽ സർക്കാരിനോട് പല കാര്യങ്ങളിലുള്ള അമർഷം ഒരളവിൽ ലഘൂകരിക്കാൻ സഹായിക്കും. പിന്നെ രഘു പറഞ്ഞ ഒരു കാര്യം, ഇതിൽ ഏറ്റവും ശക്തമായിട്ട് നിലകൊണ്ട് ഒറ്റക്കെട്ടായി നിലകൊണ്ടുകൊണ്ട് സർക്കാരിനെതിരായ വികാരം, സർക്കാരിന് എപ്പോഴും ചില ഭരിക്കുന്ന കക്ഷിക്കും സർക്കാരിനും ചില പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് ആണ് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഇത്തരം ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തുക, ആളുകളെ പോക്കറ്റിലാക്കുക. പക്ഷെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അത്ര ആനുകൂല്യമില്ല, അവർക്ക് ചെയ്യാനുള്ള സാവകാശമില്ല. അവർക്ക് ആകെപ്പാടെ ഈ ഇലക്ഷന് മുമ്പ് ചെയ്യാവുന്ന മാനിഫെസ്റ്റോയിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കുക എന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് മനസ്സിലാക്കേണ്ട, മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും അഥവാ UDF മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റുമുട്ടുന്നത് ഒരു ചെറിയ ശക്തിയോടല്ല, വളരെ ഇതായിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനറിയുള്ള, എവിടെ അടിക്കണം, എവിടെ അടിച്ചാൽ
ഏൽക്കും, ഏത് മർമ്മത്തിലാണ് അടിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ഭരണപക്ഷത്തോട് ഏറ്റുമുട്ടുമ്പോൾ ആവനാഴിയിൽ അമ്പുകൾ എല്ലാം ഉപയോഗിച്ചാൽ പോലും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ എന്താ പറയാ ഈ പാളയത്തിലെ പട കൊണ്ട് ഇങ്ങനെ സ്വയം അപ്രതീക്ഷിതമാണ് ഇത്രയധികം പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിലെ പ്രതിപക്ഷ തന്ത്രങ്ങൾ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഇത് ഒരു ചെക്കാണ്. അത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം